അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഷാൽ ഐ ബി ബാപ്റ്റൈസ്ഡ് അഗെയിൻ? ഇതൊരു ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. ചോദ്യം വളരെ എളുപ്പമാണെങ്കിലും ഉത്തരം കൊടുക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ ചോദിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു ടേം എടുക്കുവാൻ ഒരു കാരണമുണ്ടായത് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 22 നമ്മൾ പഠിച്ചു വന്നപ്പോൾ, അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. ഈ ഒരു വാക്യം വായിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്ന ഭാഗമായിരുന്നു. എന്തുകൊണ്ട് ധാരാളം വെള്ളമുള്ളിടത്ത് യോഹന്നാൻ സ്നാനപ്പെടുത്തി? അപ്പോൾ അതിൽ നിന്നാണ് യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാനം, അത് ഏത് വിധമാണ് നാം ചെയ്യേണ്ടത്, ഏത് വിധമാണ് നാം സ്നാനം ഏൽക്കേണ്ടത്, വിശുദ്ധ വചനം അതേക്കുറിച്ച് എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വിവിധങ്ങളായ തലങ്ങളിലേക്ക് വന്നത്. എവറിഥിങ് അബൌട്ട് ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കടന്ന് നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങളായിട്ട് അതിന്റെ വിവിധങ്ങളായ വശങ്ങൾ പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഭാഗം 3 ആയിട്ടെടുത്ത് ഇന്ന് ആ പഠനം നമുക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം മുൻപോട്ട് തുടരുന്നതായിരിക്കും. അടുത്ത ആഴ്ച മുതൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ വരുമ്പോൾ പ്രിയ കർത്തൃദാസൻ താൻ നേരത്തെ എടുത്തതായ ഭാഗം 1 അതിന്റെ 2ാം ഭാഗം മുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും ക്ലാസ് എടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മളുടെ സംശയങ്ങൾ ചോദിക്കപ്പെട്ട സംശയങ്ങളാണ് നാം ഇപ്പോൾ എടുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വളരെ ഗഹനമായ രീതിയിൽ നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തു. സ്നാനപ്പെടാത്തവർ സ്വർഗത്തിൽ പോകുമോ? കുറച്ചുകൂടെ ഉറപ്പിച്ചു പറഞ്ഞാൽ, സ്നാനപ്പെടാതെ മരിക്കുന്ന അല്ലെങ്കിൽ മാമോദിസ മുക്കാതെ മരണപ്പെട്ടു പോകുന്ന ശിശുക്കൾ, അതുപോലെ മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ പ്രയാസമുള്ളവർ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഒരു സംശയമാണ് ഉന്നയിക്കപ്പെടുകയുണ്ടായത്. അതിന് വളരെ ആഴത്തിൽ നമ്മൾ മറുപടി കണ്ടെത്തുകയുണ്ടായി. വിവിധ തലങ്ങളിലേക്ക് ആ പഠനം കടന്നു ചെന്നു. എല്ലാവർക്കും അത് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലും അനേകർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിലേക്ക് അവരെല്ലാം വഴി നടത്തുമാറാകട്ടെ. ഇന്ന് സാധാരണയായി സുവിശേഷകർ വളരെയധികം കേൾക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ആ ചോദ്യമാണ്, ഞാൻ ഇനിയും സ്നാനപ്പെടണമോ? Shall I be baptized again? Because I was baptized earlier. I believe I was baptized as a child or an infant. So now I have been saved in Christ Jesus. I accepted him as my savior. So will that baptism which I had earlier still valid? ഈ ഒരു ചോദ്യം നമ്മൾ സാധാരണമായി കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ സ്നാനത്തെക്കുറിച്ച് ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ വിവിധ രീതികളിലുള്ള സ്നാനമുണ്ട്. വിവിധ രീതികൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഇൻഫന്റ് ബാപ്റ്റിസം, ചൈൽഡ് ബാപ്റ്റിസം ഒക്കെയാണ്. വെള്ളം തെളിച്ചൊക്കെയുള്ള മതപരമായ രീതിയിൽ ക്രിസ്തീയ പള്ളികളിൽ നടത്തപ്പെടുന്ന, പുരോഹിതന്മാരാൽ നടത്തപ്പെടുന്ന ആ കൂദാശയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. പക്ഷേ വേർപെട്ട സഭകൾ അനുവർത്തിക്കുന്ന രീതികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഏകദേശം ഒരു ആശയം തരാം. 90% വേർപെട്ട സഭകൾ സ്നാനപ്പെടുത്തുന്നത് കൃത്യമായിട്ട് വിശുദ്ധ വചനം നിഷ്കർഷിക്കുന്ന വിധത്തിൽ തന്നെയാണ്. സുവിശേഷം കേട്ട് ഒരാൾ മനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുന്നു. സ്നാനപ്പെടുത്തുന്ന ദേവദാസൻ ഒരു സ്നാനാർത്ഥിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. ഇതാണ് നല്ലൊരു ശതമാനം വേർപെട്ട സഭകളിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് അധികം ചോദിക്കേണ്ട ആവശ്യമില്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചില കൂട്ടായ്മകൾ ചെയ്യുന്നത് ഒരു രീതി ഞാൻ പറയാം. ഒരു കൂട്ടായ്മയുണ്ട്, അവർ ഒരു കൊടിയുടെ കീഴിൽ നിന്ന് ഈ വിശ്വാസമൊക്കെ ഏറ്റു പറയിപ്പിച്ച് അതാണ് സ്നാനം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ അതിലുള്ള പേര് പറയുന്നില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നിഷ്കർഷിച്ച, യേശുക്രിസ്തു കമാൻഡ് ചെയ്ത സ്നാനമാണോ? വേറൊരു കൂട്ടരുണ്ട്, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു കൂട്ടരുണ്ട്. അവരും
ഒരു സാക്ഷികൾ എന്ന് പറയും. അവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ല. അവർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാണ് ക്രിസ്ത്യാനികളുടെ പോലും ഭവനങ്ങളിൽ കയറി ഇറങ്ങുകയും അവർ സുവിശേഷം പറയുകയാണ് എന്നുള്ള വ്യാജേനയാണ് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെയധികം ജനസംഖ്യയുള്ള, വളരെയധികം പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പവർ ഉള്ള ഒരു കൂട്ടായ്മയാണ്, ഒരു കൂട്ടരാണ് അവര് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അവരോട് ചേർന്ന് കഴിയുമ്പോൾ മനസ്സിലാകും അവർ ക്രിസ്ത്യാനികളല്ല. അങ്ങനെ അങ്ങനെയാണ് അവരുടെ അങ്ങനെ സംഖ്യ കൂടിയത് തന്നെ. കാരണം ക്രിസ്തീയമായ രീതിയിലുള്ള പ്രാർത്ഥനയും ക്രിസ്തീയമായ രീതിയിലുള്ള ആരാധനയും ഒക്കെ അവർ ചെയ്യുന്നത്. പക്ഷേ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. അവർക്ക് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, പിതാവായ ദൈവത്തിന്റെ ഒരു സൃഷ്ടി. അപ്പോൾ അങ്ങനെയുള്ളവർ നടത്തുന്ന സ്നാനം, അവരും വെള്ളത്തിൽ മുക്കി തന്നെ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ ഉള്ളവർ ചെയ്യുന്ന സ്നാനം ക്രൈസ്തവികമോ അഥവാ യേശു ക്രിസ്തു കൽപ്പിച്ച സ്നാനമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും ഒരു കൂട്ടരുണ്ട്, അവർ വൺനെസ് എന്ന് പറയും, ഏകത്വവാദികൾ. അപ്പോൾ അവർ ചെയ്യുന്നത് യേശു ക്രിസ്തു പറഞ്ഞത് നേരെ ഡിസൊബേ ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകല ജാതികളെയും സ്നാനപ്പെടുത്തി അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പക്ഷെ ഇവര് പറയുന്നത് യേശു പറഞ്ഞത് അങ്ങനെയാണെങ്കിലും യേശു അർത്ഥമാക്കിയത് അതല്ല. കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ സ്നാനമേറ്റവരെല്ലാം പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുവെന്ന. അതുകൊണ്ട് സ്നാനപ്പെടുത്തേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തി ശരിയായ സ്നാനമല്ല ഏറ്റിരിക്കുന്നത്, ഞങ്ങളാണ് ശരിയായ സ്നാനപ്പെടുത്തുന്നത്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥമായി സ്നാനപ്പെട്ടവരെ പോലും പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവര് യേശുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടുത്തും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഒരു സഹോദരിയെ കുറിച്ച് പറഞ്ഞിരുന്നു. 3 പ്രാവശ്യം ഇപ്പോൾ സ്നാനപ്പെട്ട സഹോദരി. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഷാൽ ഐ ബി ബാപ്റ്റൈസ്ഡ് അഗെയിൻ? ഇതൊരു ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. ചോദ്യം വളരെ എളുപ്പമാണെങ്കിലും ഉത്തരം കൊടുക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ ചോദിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെട്ട് പാപജീവിതം ഉപേക്ഷിച്ച വ്യക്തി ആയിരിക്കും ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ പ്രയാസം, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയും താൻ എപ്രകാരമാണ് രക്ഷിക്കപ്പെടുകയും ചെയ്തത് എന്ന്. ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ച്, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലായിരുന്നു. കത്തോലിക്ക സഭയിൽ ഏകദേശം എൻ്റെ ജനനം കഴിഞ്ഞ് 1 മാസത്തിനകത്ത് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാമോദീസ മുക്കപ്പെട്ടു. അതിന്റെ റെക്കോർഡും അതിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം എന്നോട് ദേവദാസന്മാർ സ്നാനത്തെക്കുറിച്ച്, വിശുദ്ധ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ അപ്പോൾ തന്നെ സ്നാനപ്പെടുവാൻ തയ്യാറായെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് സ്നാനപ്പെടുവാൻ കഴിഞ്ഞില്ല. ഏകദേശം 10 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പമ്പയാറ്റിൽ ഒരു ദേവദാസന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ ആ ഒരു 10 മാസത്തെ കാലയളവിൽ എന്നിലൂടെ ധാരാളമായ ചോദ്യങ്ങൾ കടന്നു വന്നു. കാരണം അന്ന് വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകപരമായ അറിവുകൾ വളരെ കുറവാണ്. വിശുദ്ധ വചനം പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥ സ്നാനത്തെക്കുറിച്ചുള്ളതായ അറിവില്ല, അത് കേട്ടിട്ടില്ല, അതിനുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഈ ഒരു ചോദ്യം ഉണ്ടായി, ഞാൻ സ്നാനപ്പെടണമോ? എങ്ങനെയാണ് ഞാൻ സ്നാനപ്പെട്ടത് എന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു ദേവദാസൻ വഴിയിൽ നിന്നുകൊണ്ട് എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട്, എനിക്കറിയാത്ത ഒരാൾ, എനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി കൈ ചൂണ്ടിക്കൊണ്ട് ഓടി വന്ന് ഇപ്രകാരം ഒരു ദൂത് പറഞ്ഞു, നിന്നെ ഗൾഫിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, നീ സ്നാനപ്പെടാതെ നടക്കുന്നു, വേഗം പോയി സ്നാനപ്പെട്ടോണം. അതെന്നെ വളരെ സ്പർശിച്ചു. കാരണം ഞാൻ സ്നാനപ്പെട്ടില്ല എന്ന് അറിയാവുന്ന ഒരു അപരിചിതൻ. അപ്പോൾ ദൈവം വ്യക്തമായിട്ട് ആ വ്യക്തിയിലൂടെ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ പാസ്റ്ററെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാവൂ. പക്ഷെ സാഹചര്യം കണക്കിലെടുത്ത് രാത്രിയുടെ യാമത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടത്, ആരും അറിയാതെ. പക്ഷെ അവിടെയും ദൈവം സാക്ഷികളെ ഒരുക്കി എന്നുള്ളതാണ്. ഞാൻ സ്നാനപ്പെടുവാനായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു വ്യക്തി ഓടി വന്ന്, ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓടി വന്ന് ഞങ്ങളെ സ്നാനത്തിൽ നിന്ന് തടയുവാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് ഒരു സാക്ഷിയായിട്ട്
അവിടെ എനിക്ക് സ്നാനപ്പെടുവാൻ ഇട വന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായ ദൈവത്തിന്റെ ഇടപെടലാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അന്ന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ വിശുദ്ധ വചനപ്രകാരമുള്ള സ്നാനം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം പോലും അത് കണക്ക് വെക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ശിശുവായി മാമോദിസ മുങ്ങിയത് സ്വർഗത്തിലെ ദൈവം കണക്ക് വെച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഇറ്റ് ഈസ് ഡേഞ്ചറസ്. വളരെ ആപത്കരമാണത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില്ലറ കാര്യമല്ല. ശിശുവായി എന്നെ ഒരു പുരോഹിതൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഇടവക പള്ളിയിലെ മാമോദിസ തൊട്ടിയിൽ എന്റെ തലയിൽ വെള്ളമൊടിച്ച് കൂദാശ വചനങ്ങൾ ചൊല്ലി എന്നെ മാമോദിസ മുക്കി എന്റെ പേര് പള്ളി രജിസ്റ്ററിൽ എഴുതി ചേർത്തിട്ട് എന്റെ മാതാപിതാക്കളുടെ കയ്യിൽ മാമോദിസയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സ്വർഗത്തിൽ വരവ് വെച്ചിട്ടില്ല എന്നുള്ള വലിയ ആ അറിവ്, ആ ബോധം, എന്റെ ദൈവമേ, ഞാൻ ഭയന്നുപോയി. ആ ഭയത്തിലാണ് എനിക്ക് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം, കാരണം ഇനി ഒരു നിമിഷം സ്നാനപ്പെടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പാസ്റ്ററെ നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഒരു സമയം കണ്ടെത്തി ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു പമ്പയാറിന്റെ വളരെ ആഴമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ രാത്രിയിൽ ആളരക്കം കണ്ട് ഓടി വന്നത് അദ്ദേഹം വിചാരിച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്. അങ്ങനെ വിചാരിച്ച ആ വ്യക്തി ഓടി വന്നത്. അപ്പൊ അദ്ദേഹം കൂടെ വന്നതിന് സാക്ഷിയായി. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദ ഡോക്ട്രീൻ ഓഫ് ബാപ്റ്റിസം. കർത്താവ് അത് എത്ര കാര്യമായിട്ടാണ് തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുവാൻ തയ്യാറായിട്ടിരിക്കുന്നത്. ഈ വ്യക്തി സ്നാനപ്പെട്ടോ, ഈ വ്യക്തി സ്നാനപ്പെട്ടില്ലയോ, ഇവൻ എൻ്റെ കൽപ്പന അനുസരിച്ചോ, ഇവൻ എൻ്റെ കൽപ്പന അനുസരിച്ചില്ലയോ. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കോർട്ട് റൂം സെറ്റപ്പ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടവരെയും സ്നാനപ്പെടാത്തവരെയും ന്യായം വിധിക്കുന്ന ദിവസി വരുമ്പോൾ എപ്രകാരമായിരിക്കും ഒരു ന്യായാധിപൻ ആ ന്യായസഭയില് ന്യായം വിധിക്കുന്നത്. അതിൽ വിശുദ്ധ വചനപ്രകാരം സ്നാനപ്പെട്ടവരെ നമ്മൾ കണ്ടു. ഒരു ചോദ്യം പോലും ചോദിക്കാതെ മാറ്റി നിർത്തി സ്വർഗത്തിന് അവകാശികളാക്കി നമ്മൾ കണ്ടു. പിന്നീട് അവർ ചെയ്ത പ്രവൃത്തി അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ബാധകം. പക്ഷെ സ്നാനപ്പെടാത്തവർ എന്നുള്ള ഒരു കൂട്ടരെ മാറ്റി നിർത്തി അവരിൽ എത്ര ഗ്രൂപ്പുകളായി, എത്ര കൂട്ടങ്ങളായി അവരെ വേർതിരിച്ചു നമ്മൾ കണ്ടത്. എനിക്ക് പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ഒരു ന്യായ സഭയിൽ, ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഇപ്രകാരമൊക്കെയാണോ ആ നീതിബോധത്തോടെ ന്യായവിധി നടത്തുന്നത് എന്നുള്ള ഒരു കാര്യം. എത്ര ഗ്രൂപ്പുകളാക്കി തിരിക്കപ്പെട്ടു. അതിൽ നമ്മൾ കണ്ടു സ്നാനപ്പെടാൻ കഴിയാതെ പോയവരെ കണ്ടു, സ്നാനപ്പെടുവാൻ ശേഷിയില്ലാത്തവരെ കണ്ടു. എല്ലാം ഉണ്ടായിട്ടും സുവിശേഷത്തെ അവഗണിച്ച്, യേശു ക്രിസ്തുവിനെ അവഗണിച്ച് മറുതലിച്ചവരെ നമ്മൾ കണ്ടു. ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമ്മൾ അത് കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ നമ്മൾ ലാഘവത്തോട് കാണാതെ വളരെ ഗൗരവമായി കാണേണ്ട ഒരാവശ്യമുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ സ്നാനം വിശുദ്ധ വചനപ്രകാരമാണോ? 1. 2, എൻ്റെ സ്നാനം സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, നമ്മുടെ ദൈവം ഒരു ഉടമ്പടിയുടെ ദൈവമാണ്, ഒരു സിസ്റ്റമാറ്റിക് ദൈവമാണ്, ഒരു നിയമകർത്താവാണ്. നിയമകർത്താവ് ഒരിക്കലും ആരെങ്കിലും നിയമം തെറ്റിക്കുവാൻ അനുവദിക്കുകയില്ല. ഓർത്തോണം, ചെയ്യുന്ന കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന, പറയപ്പെട്ടിരിക്കുന്ന വിധികൾക്ക് അനുസരിച്ച് അല്ല എങ്കിൽ അത് സ്വർഗത്തിൽ എഴുതപ്പെടുകയില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അറിവിൽ, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. അത് നിങ്ങളും നിങ്ങളുടേതായ ചിന്താമണ്ഡലത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി പഠിച്ച് ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ വീണ്ടും സ്നാനപ്പെടണം. ഉത്തരം, വേഗമുള്ളൊരു ഉത്തരം, നിങ്ങൾ വിശുദ്ധ വചനപ്രകാരം സ്നാനപ്പെട്ട വ്യക്തി അല്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ട ശേഷം ഇപ്പോൾ നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അത് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് വിശുദ്ധ വചനപ്രകാരമുള്ള സ്നാനം അനിവാര്യമാണ്. ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ. നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിയിരിക്കുവാൻ കഴിയില്ല. എത്രയും വേഗം നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാപകന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടേ മതിയാവും. ദിസ് ഈസ് ദ ആൻസർ. അതിനെ മറികടക്കുവാൻ ധാരാളം മറുചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ ആ മറുചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇതേ ഉള്ളൂ, നിങ്ങൾ സ്നാനപ്പെട്ടേ മതിയാവും. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് നിങ്ങൾ പറയുന്നതായ സ്നാനം? ഏത് സ്നാനമാണ് വിശുദ്ധ വേദപുസ്തക പ്രകാരമുള്ളത്? അവിടെ നമുക്ക് 3 പോയിന്റ്, നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് കൺസൈസ് ചെയ്ത് 3 പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കുക. 1, ദി ബാപ്റ്റിസം
commanded by Jesus is only for those who have accepted him as Lord and Savior. ഈ ലോകത്തില് മതങ്ങളോ വ്യക്തികളോ പഠിപ്പിക്കുന്ന സ്നാനം അത് അവരുടെ പഠിപ്പിക്കൽ പ്രകാരമുള്ളത്. ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ് ഓഫ് ജീസസ്. ഉദാഹരണത്തിന് ശിശു സ്നാനം യേശു പഠിപ്പിച്ചിട്ടില്ല. സോ ശിശു സ്നാനമേറ്റ ഒരു വ്യക്തി സ്നാനപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാൽ അല്ല. അപ്പോൾ that baptism is invalid. അടുത്തത്, the baptism commanded by Jesus is for those who have been born again and saved in him. വളരെ വ്യക്തമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിച്ചവർക്കുള്ള കൽപ്പനയാണ് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത്. അങ്ങനെ അല്ലാത്തവർക്ക് ഈ സ്നാനം കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. മൂന്നാമത് ഒരു പോയിന്റ്, the baptism commanded by Jesus is only for those who have decided to follow him and be his disciple. തന്നെ ജീവിതകാലം മുഴുവൻ പിൻപറ്റാം എന്ന ശക്തമായ തീരുമാനത്തോടെ തന്റെ ശിഷ്യൻ ആകുവാനായി തയ്യാറെടുപ്പോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള കാര്യമാണ് വിശുദ്ധ സ്നാനം, യേശു ക്രിസ്തു കൽപ്പിച്ചതായ സ്നാനം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നമുക്ക് വ്യക്തമാകുന്ന വിശുദ്ധ വചനം നിഷ്കർഷിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അങ്ങനെ അല്ലാത്തവർക്ക് ഈ സ്നാനം ആവശ്യമില്ല. അങ്ങനെ അല്ലാത്തവർ ഏതെങ്കിലും സ്നാനം ഏറ്റെടുത്തെങ്കിൽ അത് ഈ സ്നാനം അല്ല. ദ ബാപ്റ്റിസം ദേ ഹാഡ് ഈസ് നോട്ട് ദിസ് ബാപ്റ്റിസം. പ്ലസ് നമ്മൾ ബാപ്റ്റിസത്തിന്റെ മോഡ് പഠിച്ചു, എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത് എന്ന് പഠിച്ചു. അപ്പോൾ ആ രീതി പ്രകാരം വെള്ളത്തിൽ മുങ്ങി അല്ലാതെ ഉള്ള സ്നാനവും വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഉത്തരവെന്ന് പറഞ്ഞാൽ, ഇൻവാലിഡ് ആയിട്ട് ആണ് താങ്കൾ സ്നാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ താങ്കൾക്ക് വിശുദ്ധ വചനപ്രകാരമുള്ള വാലിഡ് സ്നാനം ഏറ്റേ മതിയാവൂ. കാരണം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ അനുസരണത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനുസരണത്തോടെ നിങ്ങൾ ഈ ഉള്ള കാലം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ നിങ്ങളുടെ സ്റ്റെപ്പാണ് ഈ സ്നാനം എന്നുള്ളത്. തന്റെ കൽപ്പന അനുസരിക്കുക. കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പന അനുസരിക്കുകയാണ്. ഒന്നാമത്തെ ചുവട് അനുസരണമില്ലാതെ നിങ്ങൾ ചവിട്ടിയാൽ നിങ്ങളുടെ മുന്നോട്ടുള്ള വിശ്വാസ ജീവിതം എന്താവും ചിന്തിച്ചാൽ മതി. അധികമൊന്നും അതിലേക്ക് തലപുകയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യേശുവിനെ അനുസരിച്ച് ജീവിതകാലം മുഴുവൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ ചുവടാണ് ഈ പ്രൊഫഷൻ, ഈ പ്രൊക്ലമേഷൻ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് എൻ്റെ പാപ മനുഷ്യനെ ഈ വെള്ളത്തിൽ കുഴിച്ചു മൂടുന്നു. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അനുസരിക്കുവാൻ കഴിയും? അപ്പോൾ ഇത് ഒരാളെ നമ്മൾ എൻറ്റാങ്കിൾ ചെയ്ത് കൊണ്ട് വെള്ളത്തിൽ മുക്കുകയല്ല. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോട് നാം വിശുദ്ധ വചനത്തിന്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ 2-3 പേര് കൂടി ഒരാളെ നടുക്കിയിരുത്തിയിട്ട് അവരെ കോർണർ ചെയ്തിട്ട് നീ മുങ്ങിയേ പറ്റൂ, നോ, അങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് വരും, ആ ഒരു സംശയത്തിലൂടെ വരും. അപ്പോൾ ഇതാണ് ഷാൽ ഐ ബാപ്റ്റൈസ് അഗെയിൻ, ഞാൻ വീണ്ടും സ്നാനപ്പെടണമോ എന്നൊരു വ്യക്തി നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം. അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നത്, ഓൾസോ ഞാനൊരു ടെർമിനോളജി നോട്ട് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ടെർമിനോളജി അബൌട്ട് ബാപ്റ്റിസം ദർ ആർ 2 ടെർമിനോളജീസ്. ദ ഗ്രീക്ക് ടെർമിനോളജിയാണ്. വൺ ഈസ് പെഡോ ബാപ്റ്റിസം, ദാറ്റ് ഈസ് ഇൻഫന്റ് ബാപ്റ്റിസം. നമ്മൾ പീഡിയാട്രിക് എന്നൊക്കെ കേട്ടില്ലേ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഇൻഫന്റ്, ശിശുരോഗ വിദഗ്ധൻ, പീഡിയാട്രീഷ്യൻ. അതുപോലെ പീഡോ ബാപ്റ്റിസം, ദ ഇൻഫന്റ് ബാപ്റ്റിസം ഈസ് ടെക്നിക്കലി കോൾഡ് പീഡോ ബാപ്റ്റിസം. ഇനിയും വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സ്നാനത്തെ ടെക്നിക്കലി വിളിക്കുന്ന ഒരു പദമാണ് ക്രെഡോ ബാപ്റ്റിസം. ക്രെഡൻഷ്യൽ, നമ്മൾ ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം, നമ്മളുടെ ക്രെഡൻഷ്യൽ പ്രൊഫസ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു ബാപ്റ്റിസമാണ് ക്രെഡോ ബാപ്റ്റിസം. ഈ 2 വാക്കുകൾ നിങ്ങളുടെ അറിവിലൊന്നിരുന്നോണം. ക്രെഡോ ബാപ്റ്റിസം ആൻഡ് പീഡോ ബാപ്റ്റിസം. ഇതിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രെഡോ ബാപ്റ്റിസം ആണ്. ഇനി അടുത്ത ഒരു വലിയ സംശയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പീഡോ ബാപ്റ്റിസ്റ്റ് ശിശു സ്നാനക്കാര്
ഉന്നയിക്കുന്ന ഒരു വലിയ തത്വമാണ്, അവരുടെ ഒരു തിയോളജിക്കൽ സബ്മിഷനാണിത്. ഈസ് ക്രിസ്ത്യൻ ബാപ്റ്റിസം ദ റീപ്ലേസ്മെന്റ് ഓഫ് സർക്കംസിഷൻ ഓഫ് എ ചൈൽഡ് ഓൺ ദ 8th day? യഥാർത്ഥത്തില് പാരമ്പര്യ സഭകളില്, എപ്പിസ്കോപ്പൽ സഭകളില് എന്താ ചെയ്യേണ്ടത്? അവരുടെ നിയമം അനുസരിച്ച്, അവരുടെ പ്രാക്ടീസ് അനുസരിച്ച് കുഞ്ഞിനെ 8ാം ദിവസം മാമോദിസ കഴിപ്പിച്ചിരിക്കണം. എന്നെ സംബന്ധിച്ച് എന്നെ ഒരു മാസത്തിനകത്ത്, ഐ വാസ് ബോൺ ഓൺ February 19th ആൻഡ് ഐ വാസ് ബാപ്റ്റൈസ്ഡ് ബൈ ബിഫോർ എൻഡ് ഓഫ് മാർച്ച്. ഒരു മാസത്തിനകത്ത് എന്നെ സ്ഥാനപ്പെടുത്തി, എന്നെ മാമോദിസ മുക്കി. അപ്പോൾ അതാണ് പാരമ്പര്യ സഭകൾ ഇപ്പോഴും തുടർന്നു പോകുന്നതായ ഒരു കാര്യം. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? പരിച്ഛേദനയുമായി ഇതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ്. പിതാവായ ദൈവം അബ്രഹാമിന് കൽപ്പന കൊടുത്തു, നിന്റെ കൂട്ടത്തിലുള്ള എല്ലാ പുരുഷ പ്രജയും 8ാം ദിവസം പരിച്ഛേദന ഏറ്റിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഈ കുഞ്ഞ് 8ാം ദിവസം പരിച്ഛേദനയാകുന്ന സ്നാനം, മാമോദിസ ഏൽക്കുവാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്രകാരമാണ് ഈ ഡോക്ട്രൈൻ ഓഫ് ബാപ്റ്റിസം വാസ് ഡയലൂട്ടഡ്, എപ്രകാരമാണ് അതിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വന്നത്. ഇമാതിരിയുള്ള ചിലരുടെ കണ്ടെത്തലുകളും ചിലരുടെ ചോദ്യങ്ങളുമാണ് ബാപ്റ്റിസത്തെ കുറിച്ചുള്ളതായ ആ ഉപദേശത്തിന് ഒരു ഗതിമാറ്റം ഉണ്ടായത്. അങ്ങനെയാണ് സഭയിൽ ഈ ശിശുസ്നാനം കടന്നു വന്നത്. ആദ്യ നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു. 2ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ലോകമാസകലം ഈ ക്രിസ്തീയ സഭകൾ എവിടെയെല്ലാം പരക്കപ്പെട്ടോ അവിടെയെല്ലാം ശിശുസ്നാനം ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും 2ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം. ഞാനത് ഇന്ന് എഴുതിയതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ മലയാളം. ദിസ് ഈസ് എ വെരി ഫാൾസ് interpretation of the word of God by some Bible teachers by combining Colossians chapter 2 verse 11 to 13 and Romans chapter 6 verse 3 to 5. ഈ 2 വേദവാക്യ ഭാഗങ്ങൾ കമ്പയർ ചെയ്തിട്ട് അവർ നടത്തുന്ന ഒരു കണ്ടെത്തലാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത് സെക്കംസിഷനെ റീപ്ലേസ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ദാറ്റ് ഈസ് എ മസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ശിശുക്കളെ മാമോദിസ മുക്കിയിരിക്കണം. നമുക്കിന്ന് അതേക്കുറിച്ച് കുറച്ച് പഠിക്കാം. ബിക്കോസ് ദിസ് ഈസ് എ common doubt which you might also face one day. Both these Bible portions tell us about repentance and renouncement of a sinner's sinful life followed by baptism. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ 2 വാക്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ 2 വാക്യങ്ങളും മാനസാന്തരപ്പെട്ട വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സ്നാനത്തെയാണ് പഠിപ്പിക്കുന്നത്. ഈ 2 വാക്യങ്ങൾക്കും പിതാവായ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതായ ആ ശരീരത്തിലുള്ള സർക്കംസിഷനുമായി പരിച്ഛേദനയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും അത് പഠിച്ചു വരുമ്പോൾ. I continued writing, it is the repentance and belief in Christ Jesus that did the spiritual circumcision in your heart. ഓർത്ത് നോക്കുക, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിന്റെ പരിച്ഛേദന. ശരീരത്തിലുള്ളതല്ല. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അവർ what you say the cardiac instrument. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കാർഡിയാക് ഇൻസ്ട്രുമെന്റ്, നമ്മളുടെ ബീറ്റ് ചെയ്യുന്ന ഹൃദയം അല്ല അത്. ഇറ്റ് ഈസ് നോട്ട് ദ ഫിസിക്കൽ ഓർഗൻ, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഓർഗൻ which is a spiritual organ which is believed to be seated in your heart, near to your physical heart. നമ്മുടെ സ്പിരിച്വൽ സോളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് Paul, wherever he uses the term circumcision of the heart, that has to do something with your intellect, that has to do something with your emotion, that has to do something with your spirituality. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അക്കാര്യം നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുക. Now, how to deal with this false interpretation? The false interpretation of equating circumcision with baptism is refuted by the following. നമ്മൾക്കത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നാം സുവിശേഷം അറിയിക്കുവാനാണ് നാം ഇത് പഠിക്കുന്നത്. അപ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ നാം ഏതൊക്കെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തരം ഒരു ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റെഫ്യൂട്ട് ചെയ്യാം? നമ്പർ 1, ഞാൻ ഈ പോയിന്റ് ബൈ പോയിന്റ് പറയുന്നു. ഇറ്റ് ഇസ് ദേർ ഇൻ ദ വെബ്സൈറ്റ്. ഞാൻ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരാം. Circumcision was an eternal commandment given by God to the Israelites
to bear the mark of his covenant on the body of every Israelite male child. എന്താണ് വാട്ട് ഈസ് സർക്കംസിഷൻ? പരിച്ഛേദന എന്നാൽ എന്ത്? അത് ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം വേഴ്സസ് 19-14 ഓർത്തിരിക്കുക. ജനസിസ് ചാപ്റ്റർ 17:19-14 അവിടെ വ്യക്തമാണ് പറയുന്നത്, എന്റെ നിയമം നിങ്ങളുടെ മേൽ വഹിക്കപ്പെടുവാൻ, എന്റെ നിയമം നിന്റെ ശരീരത്തിൽ എക്കാലത്തേക്കുമുള്ള ഒരു അടയാളമായിരിക്കുവാൻ നിന്റെ പുരുഷ പ്രജയെ ഒക്കെ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യണം, അവന്റെ അഗ്രചർമ്മം മുറിക്കണം. അഗ്രചർമ്മം എന്ന് പറയുന്നത് ദ ഫോർസ്കിൻ ഓഫ് ദ സെക്ഷുവൽ ഓർഗൻ ഓഫ് ദ മെയിൽ ചൈൽഡ്. അതാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അപ്പോൾ പരിച്ഛേദന എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് സർക്കംസിഷൻ. ദിസ് ഈസ് സർക്കംസിഷൻ കമാൻഡഡ് ബൈ ഗോഡ്. ബട്ട് ബാപ്റ്റിസം ഈസ് നോട്ട് സച്ച് എ കമാൻഡ്. അങ്ങനെയുള്ള ഒരു നിയമം അല്ല ബാപ്റ്റിസം എന്ന് പറയുന്നത്. ബാപ്റ്റിസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയോ ദൈവത്തിന്റെ കവണന്റോ നമ്മുടെ ശരീരത്തിൽ വഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു കർമ്മം അല്ല. ഞാൻ കർമ്മത്തെക്കാൾ ഉപരിയായിട്ട് ശരിക്ക് മാമുദിസ അല്ലെങ്കിൽ സ്നാനം എന്നത് ഒരു കൂദാശയാണ്, ഒരു സേക്രമെന്റ് ആണ് എന്നാണ് നാം വ്യക്തമായിട്ട് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇനി സേക്രമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 1 കിട്ടിയല്ലോ. പിതാവായ ദൈവം കമാൻഡ് ചെയ്ത പരിച്ഛേദന എന്ന് പറയുന്നത് തന്റെ നിയമം പുരുഷ പ്രജയുടെ, യഹൂദ്യനായ പുരുഷ പ്രജയുടെ ശരീരത്തിൽ ഒരു അടയാളമായിരിക്കേണ്ടതിന്. ഇറ്റ് വാസ് ആൻ ഐഡന്റിറ്റി. പോയിന്റ് നമ്പർ 2, circumcision was only for the male child but baptism is gender free. ഇതൊരു നമ്പർ 1 പോയിന്റ് ആണ്, നമുക്ക് റെഫ്യൂട്ട് ചെയ്യാനായിട്ട്. ഇറ്റ്സ് എ നമ്പർ 1 പോയിന്റ്. സർക്കംസിഷൻ, പരിച്ഛേദന എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മാത്രമുള്ളതായിരുന്നു, പെൺകുട്ടികൾക്ക് അത് ആവശ്യമില്ല. അപ്പോൾ 2 പോയിന്റ് ആയല്ലോ. ഇനി 3ാമത്തെ ഒരു പോയിന്റ്, circumcision commanded to the Israelites was to remove the foreskin of the sex organ of every male child, but baptism is for the whole body. നമ്മളുടെ ശരീരം, മനസ്സ്, ആത്മാവ്, the whole person. ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്ന് പറയുന്നത് it affects the whole person. ദൈവം അബ്രഹാമിന് കൊടുത്ത സർക്കംസിഷൻ എന്ന് പറഞ്ഞത് it affects only the foreskin, nowhere else. Baptism affects the whole self. ഇതൊരു വലിയ, ഇതാണ് ഞാൻ പറഞ്ഞ സേക്രമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിസ്റ്റിക് പ്രോസസ്. അതാ സേക്രമെന്റ് എന്ന് പറയുന്നത്, ഹോളി സേക്രമെന്റ്. അടുത്ത ഒരു പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത് വായിക്കുന്നു. ഇൻ ദ കേസ് ഓഫ് സർക്കംസിഷൻ, those who refused to accept it were to be expelled out from the society. ഇതൊരു പോയിന്റ് ആണ്. പരിച്ഛേദന ഏൽക്കുവാനായിട്ട് മടി കാണിക്കുന്ന, എതിർ പറയുന്ന ഒരു വ്യക്തിയെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കണം. ഇതാണ് നിയമം. പക്ഷെ സ്നാനപ്പെട്ടില്ല എന്നൊരു കാരണം കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ടൈമിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കുമോ? ലൈക്ക് എ പേഴ്സൺ സേസ് ഐ ഡോണ്ട് വാണ്ട് ടു ബി ബാപ്റ്റൈസ്ഡ് ബട്ട് ഐ വാണ്ട് യുവർ കമ്മ്യൂണിയൻ. നിങ്ങളുടെ കൂട്ടായ്മയിൽ എനിക്ക് വരണം, ആരെങ്കിലും വരണ്ടെന്ന് പറയുമോ? അങ്ങനെ ഒരു നിയമമില്ല. ഇനിയും നമ്മൾ ആ സേക്രമെന്റിലേക്ക് വരികയാണ്. അടുത്ത ഒരു പോയിന്റ് ഞാൻ എഴുതിയത്, സർക്കംസിഷൻ വാസ് നോട്ട് എ സേക്രമെന്റ് ബട്ട് ബാപ്റ്റിസം ഈസ് എ സേക്രമെന്റ്. ഇനി വാട്ട് ഈസ് സേക്രമെന്റ്? എ വിസിബിൾ സൈൻ ഓഫ് ആൻ ഇൻവേർഡ് ഗ്രേസ്, especially one of the solemn Christian rites considered to have been instituted by Jesus Christ to symbolize or confer grace. So sacrament അഥവാ കൂദാശ എന്നതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, ഇറ്റ് ഈസ് an outward act representing an inward grace of God. ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു രൂപാന്തരീകരണത്തിന്റെ പുറമേയുള്ള ഒരു പ്രകടനമാണ് കൂദാശ എന്ന് പറയുന്നത്, അഥവാ സേക്രമെന്റ് എന്ന് പറയുന്നത്. സ്നാനത്തിൽ നടക്കുന്ന ഒരു കാര്യം ആന്തരികമായ ഒരു രൂപാന്തരീകരണമാണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാ രൂപാന്തരീകരണം ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാലുള്ള ഒരു രൂപാന്തരീകരണമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അതിന്റെ പുറമേ ഉള്ള ഒരു പ്രകടനമാണ് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്നുള്ളത്. അത് റോമൻസ് 6 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരിച്ഛേദന എന്ന് പറയുന്നത്, സർക്കംസിഷൻ എന്ന് പറയുന്നത്, അത് അതിൽ തന്നെ യാതൊരു രൂപാന്തരീകരണവും നടക്കുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി ആൻ ആക്ട്, ജസ്റ്റ് ആൻ ഒബീഡിയന്റ് ആക്ട് ഓഫ് ഇസ്രായേലൈറ്റ്സ്. പക്ഷേ ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ ഒബീഡിയന്റ് ആക്ട് ആസ് വെൽ ആസ് ഇറ്റ് ഇസ് ആൻ ആക്ട് വേർ ആൻ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതൊരു വലിയ ഡിഫറൻസ് ആണ്.
സോ ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇനി അടുത്ത ഒരു പോയിന്റ് എഴുതിയത് ഞാൻ വായിക്കുകയാണ്. Circumcision was strict to be done on the 8th day of the child, but baptism is after a person has grown up to accept Christ Jesus as his her savior. പരിച്ഛേദന എന്ന് പറയുന്നത് 8ാം ദിവസം തന്നെ വേണമെന്ന് ഉള്ള കമാൻഡ്മെന്റ് ആയിരുന്നു. There was no change. അങ്ങനെ ചെയ്തേ പറ്റൂ. പക്ഷേ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ when he is matured enough to accept Christ Jesus, അപ്പോഴുള്ളതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഒരു പോയിന്റ്, ഞാനിപ്പോൾ കുറെ പോയിന്റുകൾ പറഞ്ഞല്ലോ, 6-7 പോയിന്റുകൾ പറഞ്ഞു. അടുത്ത ഒരു പോയിന്റോട് നമ്മൾ നിർത്തുകയാണ്. ബാപ്റ്റിസം ഈസ് an individual's decision, but circumcision is not a choice but a rule. സർക്കംസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമമാണ്, അത് ചെയ്തേ പറ്റൂ. പക്ഷേ ബാപ്റ്റിസം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ്. ഹി ക്യാൻ ചൂസ്. അതേക്കുറിച്ചുള്ളത് ജഡ്ജ്മെന്റ് വിൽ കം ലേറ്റർ ഓൺ, ദാറ്റ് ഇസ് അനദർ തിങ്. ബട്ട് ഹി ഹാസ് എ ഫ്രീഡം ടു ചൂസ് വെദർ ടു ബി ബാപ്റ്റൈസ്ഡ് ഓർ നോട്ട്. ഈ വക ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ പോയിന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ക്രിസ്ത്യൻ ബാപ്റ്റിസം ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഫോർ സർക്കംസിഷൻ. മനസ്സിലായല്ലോ? ആരെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, ഇതൊരു 8ാം ദിവസം സർക്കംസൈസ് ചെയ്യുവാൻ, പരിച്ഛേദന ചെയ്യുവാൻ കർത്താവ് കൽപ്പന തന്നല്ലോ, അത് എന്നുമുള്ള നിയമമാണല്ലോ, അത് നമുക്കും ബാധകമല്ലേ എങ്കിൽ അവരോട് പറയുക, നിങ്ങൾ സർക്കംസൈസ് ചെയ്തോളൂ. ഇഫ് യു ഫീൽ ദാറ്റ് ദാറ്റ് ഈസ് എ കമാൻഡ്മെന്റ് യു ഹാവ് ടു fulfill, you go and get circumcised. Please don't get baptized for that, because baptism is not circumcision. Baptism is entirely a different process. ഇതാണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായ മറുപടി. So if there are any more questions we can deal with that later on. ഇനിയും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ദിസ് സബ്ജക്ട് വി ഹാവ് ടു വൈൻഡ് അപ്പ് കേട്ടോ. കാരണം വി സ്റ്റഡീഡ് എ ലോട്ട്. ദാറ്റ് ഇസ് നോട്ട് ദ റോങ് തിങ്. സ്റ്റഡിങ് മോർ ഇസ് നോട്ട് എ റോങ് തിങ്, ഇറ്റ് ഇസ് എ റൈറ്റ് തിങ്. പക്ഷേ വി നീഡ് ടു continue our studies. അതുകൊണ്ട് I am making this the last question of this session. The question asked is, there is proof in the Holy Bible that children were also baptized. How do you then say infant baptism is against the teaching of the Bible? It is a what is a question like an arrow. നമ്മുടെ നേരെ വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരാളോട് ബാപ്റ്റിസത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ്. The Bible very clearly teaches that children were baptized. Then how do you say that Bible is against the infant baptism? What answer shall we give? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് എനി ഐഡിയ? ജയസിസ്റ്റർ എന്ത് പറയുന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ? Does the Bible teach that children were baptized? Now let us examine each Bible verse that Pedobaptists used to support their practice. ഞാൻ ഇതുകൊണ്ട് ആ ടേം നിങ്ങളോട് പറഞ്ഞത് പീഡോ ബാപ്റ്റിസ്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുവാനായിട്ട്. എന്ന് വെച്ചാൽ ശിശു സ്നാനക്കാർ എന്നാണ് എൻ്റെ മലയാള അർത്ഥം. ശിശു സ്നാനക്കാർ. നമ്പർ 1 അവർ എടുക്കുന്നതായ ഒരു വാക്യമാണ് മാർക്ക് 10:14. For Jesus said, let the children come to me, do not prevent them, for the kingdom of God belongs to such as these. ശിശുക്കളെ എൻ്റെ അടുത്തു വരുന്നത് നിങ്ങൾ തടയരുത്, ദൈവരാജ്യം ഇവരുടെ കൂട്ട് ഉള്ളവർക്കല്ലയോ. വേറൊരിടത്ത് പറയുന്നു, ശിശുക്കളെ പോലെ ആകാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. യു കനോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലെസ് യു ബിക്കം ലൈക്ക് എ ചൈൽഡ്. അങ്ങനെ വരുമ്പോൾ ഈ പീഡോ ബാപ്റ്റിസ്റ്റ് അഥവാ ശിശു സ്നാനകർ പറയുന്നതാണ്, ശിശുക്കളെ യേശുവിന്റെ അടുത്ത് വരുന്നത് തടയരുത് എന്ന് യേശു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ ശിശുക്കളെ തടയുന്നത്? അപ്പോൾ ഹൗ ടു റിഫ്യൂട്ട് ദിസ്? ഇതിന് ഉള്ള മറുപടിയാണ്, ഈ വാക്യം സ്നാനത്തെക്കുറിച്ചുള്ളതാണോ? ഈ വാക്യം ദിസ് ഈസ് നോട്ട് എബൌട്ട് ദ ബാപ്റ്റിസം. ഈ വാക്യത്തിന് സ്നാനവുമായി യാതൊരു ബന്ധവുമില്ല. നമ്പർ 1. ഇനിയും നമ്പർ 2, ഇനി അവർ പറയുന്ന ആശയത്തെ എടുത്ത് തന്നെ യു ക്യാൻ റിഫ്യൂട്ട് ഇറ്റ്. സി, അവരെന്താ പറയുന്നത്? ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ നിങ്ങൾ എന്തിനാ തടയുന്നത്? സ്വർഗരാജ്യം അവരുടേതല്ലോ. സോ ജീസസ് meant that children are well in the kingdom of God. അല്ലേ? Children are already living in the kingdom of God. ഈ രക്ഷയും സ്നാനവും ഒക്കെ ആർക്ക് വേണ്ടിയുള്ളതാ? Those who are outside the kingdom of God. ഈ മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, for whom it is? It is for those who are outside the kingdom of God.
for them to enter the kingdom of God, they have to go through all this process. അപ്പോൾ സ്വർഗത്തിൽ ഇപ്പോഴേ വസിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പിടിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറക്കിയിട്ട് സ്നാനപ്പെടുത്തി തിരിച്ച് സ്വർഗത്തിൽ കയറ്റണോ? ഓർത്ത് നോക്കിയാൽ the foolishness they express, that is unknowingly, അവർ അറിയാതെ കൂടുതൽ പഠിക്കാതെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു foolish thought ആണത്. What is the need to baptize a person who is already in the kingdom of God? Through baptism, a sinner who was once deserted from the communion of God reunites with the body of Christ. Who would want to detach a person who is already in the body of Christ just to perform a procedure and then reattach him to the body of Christ? Is there any rationale for it? അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വസിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ വീണ്ടും മുക്കിയോ വെള്ളം ഒഴിച്ചോ വീണ്ടും തിരിച്ച് കർത്താവിന്റെ ശരീരത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ? സോ ദാറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. അത് യാതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അനാവശ്യമാണ്. വാട്ട് ദേ ഡൂയിങ് ഈസ് എ തിങ് വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ നെസസറി. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത്, see, this is one of the verses they quote to argue with you. The second verse that they used to argue, John 3:5. Jesus answered, "Verily, very, very truly, I tell you, no one can enter the kingdom of God unless they are born of water and spirit." ഇവിടെയും same. No one can enter, but they are already in the kingdom of God. അവർ നമ്മേക്കാൾ മുമ്പേ കർത്താവിന്റെ ഭവനത്തിലാണ് വസിക്കുന്നത്, കർത്താവിന്റെ ശരീരത്തിലാണ് വസിക്കുന്നത്. മനസ്സിലായോ? Then moreover, this verse is not talking about baptism in water. നമ്മൾ നേരത്തെ അത് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ നല്ലതുപോലെ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇൻ അവർ ഇതിന്റെ തുടക്കത്തിൽ, ബിഗിനിങ് ഓഫ് ദിസ് സബ്ജക്ട് വി സ്റ്റഡീഡ്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് അബൌട്ട് ബീങ് ബോൺ അഗെയിൻ ഇൻ സ്പിരിറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നതിന് പറയുന്നതാണ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് എ സിംഗിൾ തിങ്. ഇനിയും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളില് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, "Repent and be baptized every one of you in the name of Jesus Christ for the forgiveness of your sins, and you will receive the gift of the Holy Spirit. The promise is for you and your children and for all who are far off." ഇവിടെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. അവിടെ ചിൽഡ്രൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്ക് വേർഡ് ഓൾസോ ഡിനോട്ട്സ് ഇൻഫൻസ്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാനത് എൻ്റെ ഗ്രീക്ക് ഇപ്പോൾ പറയുന്നില്ല. The Greek word which is used there also denotes infants. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ശിശുക്കൾക്കും ഉള്ള വാഗ്ദത്തമാണ് ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, സ്നാനപ്പെടുവിനെന്ന്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണ്ടേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ട്? Based on this verse, there are two sacraments in the Episcopal churches. One, baptism, and second, confirmation, if you know about it. The second sacrament is confirmation. മാമോദിസ കഴിഞ്ഞിട്ട് സ്ഥൈര്യലേപനം എന്ന് പറയുന്നത് വെച്ചാൽ എണ്ണ പൂശി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. So that false doctrine came from misinterpreting this verse. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തെ എണ്ണ പൂശിയിട്ട് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? So how to refute this? ഒന്നാമത്തെ കാര്യം, ഇവിടെ ശിശുക്കളെ സ്നാനപ്പെടുത്തുക എന്ന പഠിപ്പിക്കലാണോ അപ്പോസ്തലൻ പറയുന്നത്? എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? Let us examine. Repent and be baptized. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. Then you shall receive the gift of the Holy Spirit. ആദ്യം എന്ത് ചെയ്യണം? Repent, then be baptized, then you will receive the gift of the Holy Spirit. ഇത് ഒരു ശിശുവിനെ കുറിച്ചുള്ള കാര്യമാണോ? This is not about an infant. This is about a grown-up person. Now, what is the promise? The promise is the gift of the Holy Spirit. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെയാണ് ഈ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ അതിനെ തെറ്റിക്കുന്നത്. The promise is for your children and your infants or your generations.
or for all those who are living with you. What is that? The promise of Holy Spirit. ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ഈ ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണ്. And to receive the Holy Spirit, baptism is not a condition. See, I made a statement. To receive the gift of Holy Spirit, baptism is not a condition. Now, how to prove that? There are two proofs. I'm giving you two proofs. Number one, Elizabeth was filled with Holy Spirit. പഠിച്ചിട്ടുണ്ടോ? When you read Luke chapter 1, when mother of Jesus reaches out to Elizabeth, she is filled with the Holy Spirit and the child jumped in her womb. സ്നാനപ്പെട്ടിട്ടാണോ എലിസബത്ത് ഹോളി സ്പിരിറ്റിനാൽ നിറയപ്പെട്ടത്? So, infilling of Holy Spirit is by the will of God. It is a promise of God. One need not to get baptized for receiving that promise. God gives to those whom He wills. ദൈവം അത് ആർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർ കൊടുക്കുന്നു. God gives it to those who long for it. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അളവില്ലാതെ കൊടുക്കുന്നു. Again, Luke 10 ഞാൻ പറഞ്ഞു, Luke 11 ഞാൻ പറഞ്ഞത്. So, baptism is not a precondition for receiving the Holy Spirit. അടുത്തത്, those who gathered in the house of Cornelius. എത്ര പേരുണ്ടായിരുന്നു? ആ വീട് നിറയെ ആൾക്കാരായിരുന്നു. When Peter was preaching the word of God, Holy Spirit fell over each and everyone who heard the word of God. They were not baptized. They received the Holy Spirit prior to baptism. So this proves that baptism is not a strict precondition for receiving the gift of the Holy Spirit. അങ്ങനെ വരുമ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന promise to your children and infant, should the infant be baptized in order for the child to receive Holy Spirit? No. If God wants to fill a child in its mother's womb, God is mighty to do that. God can fill a child anytime. ഓർത്തു നോക്കി, Holy Spirit came upon Samuel when he was very young. In the Old Testament we will find many such things. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ gift of Holy Spirit or promise of the Holy Spirit is to the whole world. It is a promise of God. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്. അടുത്ത ഒരു വലിയ എന്താ പറയുന്നേ, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ. ആക്ട്സ് ചാപ്റ്റർ 15 verse 14 to 15, Acts 15 14 to 15, then Act 16 31 to 33. ഇവിടെ രണ്ട് വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഹൗസ് ഹോൾഡ് എന്നുള്ളത്. The whole household was baptized. All their household were baptized. എന്ന് വെച്ചാൽ അവരുടെ ഭവനത്തിലുള്ള ഒന്ന് ലിഡിയ and second the jailer. ജയിലറിന്റെയും ലിദിയായുടെയും ഭവനത്തിലുള്ള എല്ലാവരെയും അപ്പോസ്തലന്മാർ സ്ഥാനപ്പെടുത്തി. ഹൗസ് ഹോൾഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ എന്നുള്ളത് അവരുടെ വാദം. പീഡോ ബാപ്റ്റിസ്റ്റിന്റെ വാദം, ദിസ് ഹൗസ് ഹോൾഡ് ഇൻക്ലൂഡ് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ. നമ്മൾ ഇത് എങ്ങനെ റിഫ്യൂട്ട് ചെയ്യും? Will you say there are no children? There were no infants in the household? Or will you say there were infants but they were not baptized? നമ്മൾ വളരെ സൂക്ഷിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. How to refute this? ഇത്
എങ്ങനെ നമ്മൾക്ക് റെഫ്യൂട്ട് ചെയ്യാം, ഇത് എങ്ങനെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം? നമ്പർ 1, ഒരു ചോദ്യം. വിൽ ദ അപ്പോസ്റ്റൽസ് ഡു എനിത്തിങ് which is not commanded by Christ Jesus? യേശു ക്രിസ്തു ഉപദേശിക്കാത്ത എന്തെങ്കിലും കാര്യം അപ്പോസ്തലന്മാർ ചെയ്യുമോ? No, they won't. They cannot. If they do, they are no more apostles of Jesus. They are no more disciples of Jesus. അപ്പോൾ 100% യേശു ക്രിസ്തു പറഞ്ഞതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി what did Jesus do? Say, Jesus said, preach the gospel and baptize those who believe. Combine Matthew 29:19 and Mark 16:16. When you combine these two verses, you'll get preach the gospel and baptize those who believe. ഇതാണ് instruction given by Jesus to the apostles. So apostles preached gospel to these two households and baptized everyone. What is the meaning? All those who were baptized could hear the good news and proclaim their faith. Means there were no infants. Like in my household, in Kevin brother's household, is there an infant? If one find someone writes that I baptized the household of Kevin brother, does that mean that there were infants to be baptized? ഇപ്പോൾ ജയ്സിസ്റ്ററിന്റെ വീട്ടിൽ ഇപ്പോഴത്തെ ഭവൻ, ഇപ്പോൾ കുടുംബം, അവർ രണ്ടുപേരുമേ ഉള്ളൂ. ആരെങ്കിലും പറയുകയാണ് ഞാൻ ഷെറിനെയും ഷെറിന്റെ ഹൗസ് ഹോൾഡിനെ ഞാൻ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഡസ് ഇറ്റ് ഇൻക്ലൂഡ് ഇൻഫൻസ്? അപ്പോൾ വ്യക്തമായ വിശുദ്ധ വചനത്തിൽ ഇല്ലാത്ത ഒരു ക്ലെയിമാണ് അവരുടെ ഹൗസ് ഹോൾഡിൽ ഇൻഫൻസ് ഉണ്ടായിരുന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് പെർ ദ ബൈബിൾ. ബൈബിളിൽ ഇല്ലാത്ത, ഇറ്റ് ഈസ് ജസ്റ്റ് an imagination and a doctrine cannot be instituted on imagination. We need proof. There has to be substantiating proof, biblical proof to institute a doctrine. Basic principle ആണ്. ഒരു doctrineന്റെ basic principle ആണ് either it must have been committed by Jesus, or it must have been committed by the apostles, or practiced by the churches shown in the Bible. ഇതല്ലാതെ you cannot constitute or institute a doctrine, Bible doctrine. വിശുദ്ധ വേദപുസ്തകം ശിശുക്കളെ സ്നാനപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തിയതായിട്ടോ വ്യക്തമായിട്ട് ഒരു തെളിവ് തരാതെ ഒരുത്തർക്കും ശിശു സ്നാനം എന്ന ഒരു ക്രിസ്തീയ ഉപദേശം സ്ഥാപിക്കുവാൻ കഴിയില്ല. അങ്ങനെ സ്ഥാപിച്ചെങ്കിൽ അത് ക്രിസ്തീയ ഉപദേശമല്ല, അതൊരു വിപരീത ഉപദേശമാണ്. ദാറ്റ് ഈസ് എ ഫോൾസ് ഡോക്ട്രൈൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്. ഇനിയും അടുത്ത ഒരു പോയിന്റ് ഉണ്ട്. They will say, okay, they agreed everything. Then they will say tradition. There are well preserved letters from 2nd AD, that is from year 200s, year 100 onwards. There are well preserved letters with the reference to child baptism. അപ്പോൾ തിരിച്ചു പറയുക, yes, there are so many proofs, but that was according to a false doctrine. Let there be 10,000 letters. Let there be 10,000 preachers preaching it. But still, that will not become a biblical doctrine. That will not become a true doctrine. What you are vouching for you is a false doctrine. എന്ന് അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുക. ഇത്രയും നമുക്ക് ഈ സ്നാനമെന്ന ഒരു വിഷയത്തിലൂടെ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കും. തീർച്ചയായിട്ടും